പെടുത്താൻ പോകുന്നത് വൈപ്പൻ ടീമിന്റെ നേതാവായിട്ടുള്ള ഷെയ്ഫിനാണ്. അതല്ല, നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ കുട്ടിത്തം മാറാത്ത തന്താരുണ്ടെങ്കിൽ ഓർക്കും ഇതേപോലെ കളിക്കാനുള്ള സൗകര്യമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണോ സൂര്യോദയം? കുറെ കണ്ടുകണേ, പക്ഷെ എന്തോ ഒരു ഇന്നത്തിന് പ്രത്യേക വൈബ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു കിടിലൻ ട്രിപ്പ് പോവാണ്. അതായത് നമ്മളെ ടീം മൊത്തം ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കൂട്ടം. ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കുറേ ചിരിക്കാനുണ്ടായിരിക്കും. എല്ലാ ട്രിപ്പിലും ഉണ്ടാവും 2 ടീമുണ്ടാവും. നല്ല പഞ്ച്വാലിറ്റി ആയിട്ട് കറക്റ്റ് ടൈമിൽ വരുന്ന ടീമും ഉഴപ്പണ ടീമും. അതേപോലെ തന്നെ ഞങ്ങളുടെ ടീമിലും ഉണ്ട്. ഞങ്ങൾ 8 മണിയായിരുന്നു സമയം പറഞ്ഞിരുന്നത്. 8:30 വരെ ഒരു എക്സ്ട്രാ ടൈം എന്നുള്ള രൂപത്തിൽ 8:30 വരെ കൊടുത്തു. 8:30 ഇപ്പോൾ എത്രയായി സമയം? 8:25. 8:30 വരെ വരുന്ന ആൾക്കാർ നമ്മളെ ടീമിലായിരിക്കും. അതായത് പഞ്ച്വാലിറ്റി ടീം എന്നാണ് നമ്മളെ ടീമിന് പേരിട്ടിരിക്കുന്നത്. ഈ ടീമിലായിരിക്കും. 8:30ക്ക് ശേഷം വരുന്ന ഒരു ഓപ്പൺ ടീമും ആയിരിക്കും. ഈ 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇനി മുതൽ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഞ്ച്വാലിറ്റി ടീമിൽ വരുന്നത്. ഓരോ അംഗങ്ങളെയും കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്വന്തം ഷമീം. കൃത്യമായിട്ട് വന്ന സമയമുണ്ട്. വൈകി വരുന്ന ആളുകൾ കുഴപ്പമില്ല, ആരാ ലാസ്റ്റ് വരുന്നത്, നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യും. ആ ഫുഡിൻ്റെ പൈസ അവർ കൊടുക്കുക. അതായത് എനിക്ക് പറയാനുള്ളത്, എല്ലാ ഗ്യാങ്ങുകളും ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കണം. ഞങ്ങളെ ഗ്യാങ്ങിലുള്ള ഞങ്ങളെ മുദീർ എന്നുള്ള രൂപത്തിലും ട്രിപ്പിൻ്റെ കോർഡിനേറ്റർ എന്നുള്ള രൂപത്തിലും ഷമീംക്കാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തത്. നേരം വൈകി വരുന്നവരെന്താട്ടാ, ഞങ്ങളുടെ ഹോട്ടലിൽ കയറും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കും, അതിൻ്റെ പൈസ കൊണ്ട് കൊടുക്കുക. ഇതാണ് ഞങ്ങളുടെ ഡിസിഷൻ. അത് വയപ്പൻ ടീമായിരിക്കും ആ ഫണ്ട് പേ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം മുസ്തഫയാണ് നമ്മുടെ പഞ്ച്വാലിറ്റി ടീമിലുള്ളത്. മുസ്തഫക്ക് എന്താണ് നേരത്തെ വന്നതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ സോഷ്യൽ ഹോംസിൻ്റെ ഒപ്പം കൂടി ഇപ്പോൾ നേരം വൈകുന്നതെന്ന് വിചാരിച്ച്, പക്ഷേ വളരെ നേരത്തെ എത്തിപ്പോയി. അല്ല, സോഷ്യൽ ബ്ലൂംസ് ഒക്കെ ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ആശിക്ക് മാത്രമേ നേരം വൈകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് സോഷ്യൽ ബ്ലൂംസിന് ഒന്നടങ്കം നേരം വൈകിപ്പിച്ചിരുന്നത് ആശിക്കായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ വർക്ക് ഹൗസിൻ്റെ ഫൗണ്ടറായിട്ടുള്ള നമ്മുടെ സ്വന്തം അലിക്കുണ്ട്. നമുക്ക് പേടി എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഫ് ചൂടാവുക എന്നുള്ളതായിരുന്നു. സൈഫ് എന്ന് പറയുമ്പോൾ വർക്ക് ഹൗസിൻ്റെ വേറൊരു ഫൗണ്ടറാണ്. അപ്പോൾ നമുക്ക് പേടിയില്ല, ഒരു ഫൗണ്ടർ നമ്മളെ ടീമിലുണ്ട്. നേരത്തെ അലി എല്ലാ പരിപാടിക്കും നേരത്തെ വരും കേട്ടോ. എന്താ പറയുള്ളത്? നേരത്തെ വരാത്തവർക്ക് പണി കൊടുക്കണം. ഇത് നമ്മൾ പണി കൊടുക്കുന്നു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കൊടുക്കലില്ലായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കൊടുത്തിരിക്കും. അടുത്തത് ഇതാ, എല്ലാ ട്രിപ്പിലും നേരം പോയിക്കണ ഒരാളായിരുന്നു. എന്തോ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. രാത്രി 4 മണിക്കൊരു അലാറം, 4:30 അലാറം അങ്ങനെ വെച്ച് സാധുന്ന് കറക്റ്റ് ടൈമിൽ വന്നിട്ടുണ്ട്. സേഫ് പറഞ്ഞോ 8 മണിന്റെ ശേഷം വന്നു കഴിഞ്ഞാൽ ചുമരുമ്പോ കയറുന്ന പറഞ്ഞാണ്. എന്നിട്ട് സേഫ് വരൂല. ഇപ്പോഴും സേഫിനെ വിശ്വസിച്ചിരിക്കാം. അടുത്തത് നമ്മളെ ഇർഷാദൊക്കെയാണ്. ഇർഷാദൊക്കെ പിന്നെ എല്ലാ പരിപാടിക്കും കറക്റ്റ് നേരത്തെ. എന്താണ് നേരത്തെ ഒന്നതിനെ കുറിച്ച് പറയാനുള്ളത്? നേരത്തെ സേഫ് പറഞ്ഞിട്ട് വന്നാണ്. സേഫ് 8-ന് മുന്നേ എത്തിക്കുക പറഞ്ഞു. സേഫിന് എല്ലാവരും കൂടി ചുമരുമ കയറ്റണത്. ഇന്ന് നമ്മുടെ ഉണ്ണിലുണ്ണിയുമായിട്ടുള്ള നമ്മുടെ സ്വന്തം ഗഫൂർക്കാണ് ഉള്ളത്. ഗഫൂർക്ക് പിന്നെ എല്ലാ പരിപാടിക്കും നേരത്തെ വരും. ഞങ്ങൾക്ക് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഫൂർക്ക് നമ്മുടെ ടീമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്. കാരണം ഗഫൂർക്ക് ചൂടാവാൻ മുമ്പിലുണ്ടാവും. പക്ഷേ ഗഫൂർക്ക് ആ ടീമിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നത്. കാരണം കിട്ടൂല, മൂപ്പര് ചൂടായിക്കാണ്ടും വാദിച്ചുകൊണ്ട് നമുക്ക് ആ സാധനം കിട്ടാത്ത രൂപത്തിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗഫൂർക്ക് നമ്മുടെ ടീമിലായതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. ഗഫൂർക്ക നേരത്തെ എത്തിയിട്ടുണ്ട്. എന്താണ് ഗഫൂർക്ക നിങ്ങൾ ഈ നേരത്തെ വന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് ഞാൻ 8 മണിൻ്റെ മുമ്പ് എത്തണം എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ഇവിടെ കോട്ടക്കത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ 8:30 മുമ്പ് ഞാൻ കറക്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ പഞ്ചായത്തിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ വരാത്ത സേഫിന് നമ്മളെന്ത് ചെയ്യും, എനിക്ക് ഡോക്ടറിനോട് നന്നായിട്ട് മട്ടൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ മട്ടൻ ഓർഡർ ചെയ്യുന്നതാണ്. എന്തൊക്കെ ജീവിതത്തിൽ കഴിക്കാൻ ആഗ്രഹമുണ്ടോ ഒക്കെ കഴിക്കാം. നമ്മൾ ഒന്നര കുനാഫാക്കിയാലോ? കുനാഫ കൊടുത്തൊരു കഥ ഉണ്ട്, അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ വൈകി വന്നവരുതിൽ കുറേ ഹോസ്പിറ്റൽ കേസ് ഉള്ളവരും അങ്ങനെ മുൻകൂട്ടി അപ്രൂവൽ എടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ പരിഗണന കൊടുക്കും. അവരെ നമ്മളെ ടീമിൽ തന്നെ ആഡ് ചെയ്യാം. 8 മണി പറഞ്ഞിട്ട് ഇതുപോലെ ആയിരിക്കണം. എല്ലാ ഗ്യാങ്ങിലും ഉണ്ടാവും ഇങ്ങനത്തെ ഒരാൾ. 8 മണി പറഞ്ഞിട്ട് ഇന്ന് രാവിലെ 5 മണിക്ക് തന്നെ ഇവിടെ എത്തിക്കണ്. അങ്ങനത്തെ ഒരാൾ, അതും കോഴിക്കോട്ട് നിന്നാണ് എത്തിയിട്ടുള്ളത്. അതാണ് നമ്മളെ സ്വന്തം ബദറുദ്ദീൻ. എന്താണ് ബദ്രു നമ്മളെ ഈ വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളത്? ബദ്രു സംസാരിക്കൂല, മുഖം കാണിക്കൂല. കാരണം അവനക്ക് ഫേമസ് ആവാൻ ഇഷ്ടമല്ല. ഇത്തരത്തിലുള്ള മുഖം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രമാണ്. അടുത്തതായി നമ്മുടെ സ്വന്തം CA റാഷി. അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഗ്യാങ്ങിൽ എല്ലാ ടീമുണ്ട്. ഞങ്ങൾക്ക് അക്കൗണ്ട്സ് പരമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം വിളിക്കുന്നത് ഞങ്ങളുടെ CA റാഷിനെ ഇക്കാരം. CA റാശി നമ്മുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് തന്നെ ഇനി എത്ര മട്ടൻ ഓർഡർ ചെയ്താലും എത്ര ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കണക്ക് തെറ്റില്ല. ആ കണക്കുകൾ കറക്റ്റായിട്ട് റാശിൻ്റെ അടുത്തുണ്ടായിരിക്കും. റാഷിയെ നേരം വൈകി വന്നവർക്ക് പണി കൊടുക്കണ്ടേ?
ഇന്ന് ട്രിപ്പിന് നേരം വൈകി വന്ന് ഇന്ന് നമ്മുടെ പ്രോഗ്രാം എന്താ ഡെസ്കിറ്റ് ഗോളിന്റെ സക്സസ് പാർട്ടിയാണ്. നമ്മൾ നല്ലൊരു ഇവന്റ് നടത്തിയിട്ട് നമ്മൾ ആ ടീം വോളണ്ടിയർ ടീംസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇന്ന് സക്സസ് പാർട്ടി എൻജോയ് ചെയ്യണം. അപ്പോൾ ഇന്ന് കുറച്ചു നേരം വൈകി വരുന്നവർക്ക് ഒരു പരിഗണന കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അന്ന് ആരും നേരം വൈകിയിട്ടില്ല. അന്ന് വളരെ മികച്ച രീതിയിൽ അന്ന് എല്ലാവരും പ്രോഗ്രാം കണ്ടിട്ട് ചെയ്തു, എല്ലാവരും ടൈമിലെത്തി. ശരിയില്ല റാശി ഒരു പരിഗണന കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ പരിഗണന ബീഫ് ആക്കണം എന്നാണ്. ബീഫ് ആക്കണം, മട്ടൻ മാറ്റണം. ബീഫാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലാണ് നമ്മുടെ സംഭവം. ഇനി ഇത് ഇത്രയും നേരം ക്യാമറ പിടിച്ചിരുന്നിരുന്ന നമ്മുടെ സ്വന്തം അജ്മലാണ്. അജ്മൽ പിന്നെ എല്ലാ പരിപാടിക്കും ഓന് BNIയിലൊക്കെ ഉള്ളതാ. ഗുഡ് മോർണിംഗ് BNI. ഞങ്ങൾ BNIക്കാർ എങ്ങനെ ചോദിച്ചാൽ ഓൺ ടൈം ആയിരിക്കും. ഞങ്ങൾക്കൊരു പങ്ക്ച്വാലിറ്റിയുള്ള മനുഷ്യന്മാരാണ് ഞങ്ങൾ. പിന്നെ സേഫിൻ്റെ കാര്യം, സേഫിനെ നമ്മൾ കുറ്റം പറയാൻ പറ്റൂല. ഓനൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് 1 മണിക്കാണ്. ഓൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ 1 മണിയാണ്. അപ്പോൾ പിന്നെ ഓനെ നമുക്ക് അങ്ങനെ അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നലെ രാത്രി എന്നോട് ഡയലോഗ് അടിച്ചിട്ടാണ് പോയത്. നേരത്തെ എത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചുമരമ കയറ്റുന്നത്. ഇന്നോ ഓനെ വന്നിട്ട് കയറുന്ന ചുമരമ കയറ്റാണ്ട് ഏതായാലും. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മളെ സമയം 8:30 ആയിട്ടുണ്ട്. ഒഫീഷ്യലി നമ്മളുടെ സമയം ക്ലോസ് ചെയ്തില്ല. ഇനി വരുന്നവരൊക്കെ വയപ്പൻ ടീമാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ടീമിലേക്കുള്ള അംഗങ്ങൾ ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഈ കാണിച്ച് പരിചയപ്പെടുത്തിയതൊക്കെയാണ് പഞ്ചായത്ത് ടീമിലുള്ളത്. ഇനി വരുന്നവരൊക്കെ ഇനി ആരൊക്കെ നേരെ വൈകി വരുന്നുണ്ട്, വയപ്പൻ ടീമിൽ ഏതൊക്കെ ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അവർ വേറെ ടീമായിരിക്കും. കാരണം അവരെ നമ്മൾ നല്ല രീതിയിൽ നേരിട്ട് എത്താന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ടീംസ് ഉണ്ട്. അവർക്കൊക്കെ നമ്മൾ പരിഗണന കൊടുക്കാം. ഇവിടെ നമ്മളെ പോസ്റ്റ് ആക്കുന്ന ടീംസ് ഉണ്ട്. അവരെയാണ് നമ്മൾ വയപ്പൻ ടീം എന്ന് വിളിക്കുന്നത്. 25 പേരെ ട്രിപ്പായിരുന്നു. ആ 25 പേരെ ട്രിപ്പിൽ ഇവിടെ വേറെ എത്ര 10 ആളല്ല, 10 പേരെത്തിയിട്ടുള്ളൂ. ബാക്കി ഒരു 5 ആൾക്കാർ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനിൽ ഉണ്ടായിരിക്കും. ബാക്കി 10 ആൾക്കാർ ഉണ്ട്. മട്ടൻ എന്തൊക്കെ തിന്നാൻ ആഗ്രഹം ഉണ്ടോ എല്ലാം തിന്നോണ്ടി. പിന്നെ മുസ്തഫക്ക് എന്ത് തിന്നാൻ ആഗ്രഹം? ഇന്നൊരു മട്ടൻ മന്തി. അലിക്ക് എന്ത് തിന്നാനാ താല്പര്യം? ഞാൻ എന്തും തിന്നും. ഷമീംക്കാക്ക് എന്ത് തിന്നാനാ താല്പര്യം? നമ്മൾ കയറുന്ന ഹോട്ടലിൽ ഏറ്റവും പ്രീമിയം എന്താണോ അത് കഴിക്കാം. റാഷിക്ക് എന്ത് തിന്നാനാ താല്പര്യം? ഞാനിപ്പോൾ ഡയറ്റിലാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ ഇല്ലാത്ത എന്തിനും ഞാൻ റെഡിയാണ്. കേറി വരുന്ന എന്റെ മാനേജറാണ് കേറി വരുന്നത്. ഇതാണ് നമ്മളെ വയപ്പൻ ടീമിലെ ആദ്യത്തെ മെമ്പറാണ് എൻ്റെ സ്വന്തം മാനേജർ. നിങ്ങൾ ഇത്രയും നേരം ഷെയ്ഫ് എന്ന് കേട്ട കഥാപാത്രമില്ല, അത് ആരാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഏതാണ് ഈ ഷെയ്ഫ് എന്നുള്ളത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഈ ഡോറ് തുറന്നിട്ട് ഇപ്പം വരും. ഇതാണ് ആട് ഷെയ്ഫ്. ആട് നമുക്ക് എല്ലാ ആട് കുനാഫ ബീഫ്. ഇത് ആഷിഖും നമ്മുടെ വയപ്പൻ ടീമിലെ 3ാമത്തെ മെമ്പറാണ്. ആഷിഖിന് പിന്നെ ബീഫായാലും മട്ടനായാലും കുട്ടനായാലും ഒന്നും പ്രശ്നമില്ല. അവർക്ക് സ്വന്തമായിട്ട് കാറ്ററിംഗ് ഉള്ളതാണ്. ടൈമിനെത്തുക ലിസ്റ്റ് ചെയ്ത് ഷമീംക്ക ലിസ്റ്റ് ചെയ്ത് വയപ്പൻ ടീമിലെ 4ാമത്തെ മെമ്പറാണ് എത്തിയിട്ടുള്ളത് റാഫി. സംഭവം റാഫി ഇന്നലെ ഇപ്പം നമ്മളിപ്പം വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വയപ്പൻ ടീമാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വയപ്പൻ ടീമാണ്. കേട്ടോ റാഫിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ റാഫിക്ക് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ അപ്രൂവൽ എടുക്കണം. അപ്പൊ റാഫി അപ്രൂവൽ എടുത്ത ഡേറ്റ് മാറി. ഇന്നത്തേന് പകരം നാളേക്കാണ് റാഫി അപ്രൂവൽ എടുത്തത്. എന്നിട്ട് പെണ്ണുങ്ങളെ കയ്യും കാലും പിടിച്ച് സമ്മതിപ്പിച്ചുകൊണ്ട് ഇന്ന് വന്നതാണ്. അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് സ്പീഡായിട്ട് പെട്ടെന്ന് തന്നെ എക്സ്പ്രസ് അപ്രൂവൽ ആയിരുന്നു. പെട്ടെന്ന് തന്നെ പാസ്സായത്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കുവിനെ
വായ്പൻ ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള താല്പര്യമുണ്ട്, നമ്മുടെ മാനേജറും കൂടിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം 9:30 താഴെ എത്തിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങോട്ട് 8:33 ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കുവിനെ ഒഴിവാക്കുമ്പോൾ സെയ്ഫിനെ ഒഴിവാക്കണം. സെയ്ഫിനെ ഞങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് റിക്കുവിനെ ഞങ്ങൾ ഇട്ടതാണ്. അല്ല, റിക്കുവിനെ ഞങ്ങൾക്ക് ഇടാൻ പൂതി ഉണ്ടായിട്ട് ഇട്ടതല്ല. ഇനി ഓൻ നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കും ചെയ്യും. ഓന് 8:30 ഇവിടെ എത്തിക്കണമെന്നുള്ളത് ഓൻ തെളിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ ക്യാമറയിൽ 8:33 ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെയുള്ള ക്യാമറ ഓന് ചെക്ക് ചെയ്തിട്ട് 8:30 എത്തിക്കണമെന്നുള്ളവൻ തെളിയിച്ചോട്ടെ. പക്ഷെ സെയ്ഫിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. സെയ്ഫിൻ്റെ മൊട്ടം തിന്നും. നമ്മൾ എന്തിനാണ് ട്രിപ്പ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക് ടു ഗോൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വലിയൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ മുഴുവൻ കോവർക്കിംഗ് സ്പേസുകളും തമ്മിലുള്ള ഒരു ഫുട്ബോൾ മാച്ച്. അതിൽ റണ്ണറപ്പ് ആയിട്ടുള്ളത് നമ്മളാണ്. അതിൻ്റെ ഒരു സക്സസ് പാർട്ടി എന്നുള്ള രൂപേണയാണ് നമ്മളിപ്പോൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കക്കാടംപൊയിലേക്കാണ് പോകുന്നത്. ഒരു അടിപൊളി റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റിസോർട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ പോക്ക്. ഈ 2 ടീമായിട്ടാണ് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ ചിരിച്ച് മരിക്കും, കാരണം ഇപ്പം തന്നെ എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്. ബാക്കി എന്താവും എന്നുള്ള വീഡിയോ ഫുള്ള് കണ്ടോളി. വായ്പൻ ടീമിലേക്ക് 2 മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ നിയാസാണ്. നിയാസിന് സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിയാസ് പെണ്ണുങ്ങളായിട്ട് ബാംഗ്ലൂർക്ക് കറങ്ങാൻ പോയിട്ട് ഇന്ന് രാവിലെ 7 മണിക്ക് എത്തിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പരിപാടിക്ക് വന്നു. അതുകൊണ്ട് നിയാസ് പോയിക്കോ. അടുത്തതായിട്ടുള്ള സെമി ഏത് 6 മണിക്കൂർ ആരും വെയിറ്റ് സൈഫ വായ്പൻ ടീമിലാ. ഏത് പരിപാടി ഉണ്ടെങ്കിലും അതിൽ വൈകിട്ട് എത്തുള്ളൂ. അപ്പോൾ നമ്മളെ വായ്പൻ ടീമിലെ ഏറ്റവും വായ്പനായിട്ടുള്ള സെമിയും നമ്മുടെ ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വായ്പൻ ടീമിലെ ഏറ്റവും ലാസ്റ്റ് മെമ്പർ എല്ലാ പരിപാടിക്കും വായ്പണ് നമ്മുടെ ആചേരി വന്നിട്ടുണ്ട്. വായ്പ നിങ്ങളൊരു ആട് ഫാമിൽ നിങ്ങൾ നടത്തേണ്ടി വരും. കാരണം അജാതി ആട് ചെലവാകും. ഇപ്പം എത്ര ആൾക്കാർക്ക് ആട് കൊടുക്കണം നിങ്ങൾ? ആജി വായ്പൻ ടീം വായ്പൻ ടീം ഗ്യാങ്ങിലും ഉണ്ടാവട്ടെ ഇതേപോലത്തെ ഒരാള്. മൂപ്പര് വന്നിക്കണില്ലേ, കീസറൊക്കെ എടുത്താണ്ട് തേപ്പിന് പോണ മാതിരിയാണ് വന്നിക്കണത്. ഇത് മൂപ്പര് കാണരുത്. ട്രിപ്പിന് പോണത് ആചാര്യക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ വായ്പൻ ടീമിനൊക്കെ കൂടി ഒരു വണ്ടിയിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ വണ്ടിയിലും വായ്പൻ ടീം ഓരോന്നും ആണ്. വായ്പൻ ടീമിന്റെ ലീഡറായിട്ട് നമ്മൾ സെയ്ഫിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. സെയ്ഫിന്റെ വലങ്കൈ ആയിട്ട് ആചാര്യം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും വേണ്ടില്ല ഞങ്ങൾക്ക് ഡൈബട്ടറിന്റെ ഷമീം ഖാന്റെ കൂടെ നേതൃത്വത്തിലുള്ള നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഷമീം ഖാൻ, ഏതൊക്കെ വാഹന വ്യൂഹങ്ങളാണ് നമ്മുടെ ഈ യാത്രക്ക് നമ്മുടെ കൂടെ ഉള്ളത്? 4 വണ്ടി ഇപ്പോൾ പുറപ്പെടുന്നു. ഇപ്പൊ നമ്മൾ 4 വണ്ടിയാണ് ഇവിടുന്ന് വരുന്നുണ്ട്. ഓക്കെ, ആ വണ്ടികളും അതിന്റെ ഡ്രൈവേഴ്സിന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ? ജിംനി ഓടിക്കുന്നത് ഷമീം, അലി, നിയാസ് ആൻഡ് റാഫിയുടെ വണ്ടിയുണ്ട്. ഇത്രയും വാഹനത്തിലാണ് നമ്മൾ പോകുന്നത്. പ്പെടുത്താൻ പോകുന്നത് വായ്പൻ ടീമിന്റെ നേതാവായിട്ടുള്ള ഷെയ്ഫിനാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വർക്ക് ഹൗസിന്റെ ഫൗണ്ടർ നമ്മളെ മുത്തുമണി. ഇതാ സേഫാണ് നമ്മളെ റിസോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ള സേഫാണ്. റിസോർട്ട് കത്തും ഉറപ്പല്ല, ഇല്ലെങ്കിൽ കത്തിക്കും ഞങ്ങൾ. എന്റെ പേരിലാണ് എടുത്തുകൊണ്ട് അപ്പൊ കത്തും. സേഫാണ് റിസോർട്ട്. അതായത് കക്കാടംപൊയിൽ തന്നെ ഏറ്റവും നല്ല അടിപൊളി റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തൊരു റിസോർട്ടാണ്. റിസോർട്ട് എന്താവുന്നുള്ളത് അറിയാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ക്യൂരിയോസിറ്റിയിൽ നിൽക്കണം. എന്താ റിസോർട്ടിന്റെ പേരെന്താ? മിസ്റ്റി ബേ റിസോർട്ട് എന്നാണ് പേര് എന്നൊക്കെ പറയുന്നത്. ഏതായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം, അടിച്ചു പൊളിക്കാം. അപ്പം ഇനി അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ കക്കാടംപൊയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. അതിന്റെ ഇടയിൽ ചിലപ്പോൾ നമ്മുടെ വായ്പൻ ടീമിന്റെ വക ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എങ്ങനെയായാലും ഉണ്ടാവും, നിർബന്ധം. ഞാനൊക്കെ പെരീന്ന് കാൽച്ചായ കുടിച്ചു വന്നതാണ്. റിസോർട്ട് എൻട്രി കിട്ടൂല. അപ്പൊ നമുക്ക് കാണാം. ഫോളോ മീ. നമ്മളിപ്പോൾ ആദ്യത്തെ സ്വീകരണ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്.
എടരിക്കോട് എവിടെ എഴുതി അരീക്കോടല്ലേ, അരീക്കോട് എത്തിയിട്ടുണ്ട്. നമ്മളെ ഒയപ്പൻ കമ്മിറ്റീൻ്റെ വക ആദ്യത്തെ ചായയും കടിയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് നമുക്ക് 8 നേരമാണ് ഫുഡ് ഉള്ളത്. കാരണം ഇന്ന് നമുക്ക് 8 നേരം ഫുഡ് ഉണ്ട്. പ്രോട്ടീനായിട്ട് നമ്മൾ മുട്ടയിലാണ് തുടങ്ങുന്നത്. അവിടെ നമ്മുടെ ഒയപ്പൻ കമ്മിറ്റീൻ്റെ പ്രസിഡന്റ് ഇവിടെ, ഒയപ്പൻ കമ്മിറ്റീൻ്റെ പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടില്ല. ജോയിന്റ് സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും കുഴപ്പമില്ല. ട്രഷറർ ഇവിടെ, ട്രഷറർ ഇവിടെ, ട്രഷറർ ഇതാ ആടെ ഓർഡർ ചെയ്തിക്കണില്ല. നമ്മൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് നമ്മളെ വണ്ടി പെട്ടെന്ന് വന്നിട്ടുണ്ട്. കാരണം നമ്മളെ വണ്ടി ഏതാ മുതൽ ജിംനിയാണ്, നമ്മുടെ ഡ്രൈവർ ഏതാ മുതൽ ഷെമീംക്കയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ടീംസ് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടൈം ഒന്ന് ടാലി ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു വാട്ടർഫോൾസിൽ വന്നതാണ്. അത് ആംബിയൻസും ഇതൊക്കെ കണ്ടില്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെരിയിൽ വെറുതെ ഈ ചോറും വെച്ച് ഇരിക്കണവർ നിങ്ങളൊക്കെ പുറത്തിറങ്ങി കാഴ്ചകൾ കാണി. നമ്മൾ അടുത്ത ടീം എത്തിയിട്ടുണ്ട്, മുസ്തഫാന്റെ നേതൃത്വത്തിലുള്ള അടുത്ത ടീം എത്തിയിട്ടുണ്ട്. നമ്മൾ വഴി തെറ്റിയാണെങ്കിലും ഒരു നല്ല ഇനി പോവാനുള്ളത് ഏതാ അറിയോ? ആ റോഡാണ് കേട്ടോ ഗ്യാരണ്ടി. ഞങ്ങളെ വണ്ടി കയറും. ആക്ച്വലി കക്കാടംപൊയിൽ റൂട്ട് ഇതല്ല, നമ്മളെ റിസോർട്ടിലെ റൂട്ട് ഇതല്ല. കക്കാടംപൊയിൽ പോയി നായടംപൊയിലേക്ക് നമ്മൾ ഇറങ്ങി പോകുന്ന റൂട്ടാണ്, അതായത് സത്വന്നി ആ റിസോർട്ടിലേക്ക്. ഗൂഗിൾ അമ്മായി നമുക്ക് ഈസി ആയിട്ട് വഴി കാണിച്ചു തന്ന ഇതാണ്. അമ്മായി ഇടക്കിടക്ക് പറ്റും. എനിക്ക് തോന്നുന്നു ആ മല കയറണം. ആ മലന്റെ അപ്പുറത്താണ് നമ്മളെ റിസോർട്ട് വരുന്നത് ഷമീംക്ക. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല, ഇവരെ വണ്ടി മിക്കവാറും ഇവിടെ സൈഡ് ആക്കണ്ടേ. നമുക്ക് ആകെ കണ്ടെന്താ വെച്ചാല് ടോ ചെയ്യാനൊരു നല്ല വണ്ടി ഉണ്ട്, ജിന്നി ഉണ്ടായതുകൊണ്ട്. അത് ഞങ്ങളെ വണ്ടിയാണ്, ഇനി ഇതിൽ കച്ചിട്ട് വരാൻ വരണ്ട. അതായത് ഇനി നമുക്ക് കയറാനുള്ളത് ആ മലയാണ്, ഈ റോഡാണ്. കുണ്ടും കുയ്യുള്ള ഒരു റോഡാണ്, ഓഫ് റോഡാണ്. എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. കാരണം ഇങ്ങോട്ടുള്ള ശരിക്കുള്ള റൂട്ട് ഇങ്ങനെയല്ല. ഇനി ഈ റിസോർട്ടിലേക്ക് വരുന്നവരും ഈ റൂട്ടിൽ വരരുത് എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കണത്. നമ്മളെ വണ്ടി സിമ്പിളായി കയറും. നമ്മളിത് ജിംനിയാണ്. പിന്നെ നമ്മളെ ചെക്കന്മാരെ വണ്ടീൻ്റെ കാര്യത്തിലാണ് സംശയമുള്ളത്. ഏതായാലും ഒരു അഡ്വഞ്ചർ തന്നെയാണല്ലോ സംഭവം. എനിക്ക് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കണം എനിക്ക് ഷമീം ഖാൻ്റെ കൂടെ ഓഫ് റോഡ് പോകണം എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ഓഫ് റോഡ് ആയി എന്നുള്ളതാണ് തോന്നുന്നത്. കണ്ടില്ല റബ്ബേ, ഇതൊക്കെയാണ് റോഡ്. ഏതായാലും എന്താവുന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഏതാ ലൊക്കേഷന്? നമ്മളിപ്പോൾ ഏകദേശം കക്കാടംപൊയിലെത്തി. സംഭവം നമ്മൾ വഴി തെറ്റി വന്നതാണെന്നുണ്ടെങ്കിലും സംഭവം ഒരു രസമായി. കാരണം ഇത്ര ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവം. ഇതിൽ കൂടി പോകാൻ പറ്റി, കുറെ കറങ്ങാണ്ട് ഇതിൽ കൂടി പോകാ പോയാക്കാണ് കേറി പോയിട്ട് ഇങ്ങനെ ഇത് ജിമ്മിയാണ് നേക്കിയത്, ഓർക്കാണ് നേക്കിയത്. ഇനി കിട്ടില്ല. സേഫ് പോന്ന് അവിടെ നിന്ന് മതി നിർത്തിക്കളി. അങ്ങനെ AC ഓഫ് ആക്കണേ, തലകളൊക്കെ എടുത്ത് എറിയണേ. ഇവൻ പറയണേ ആ ജിമ്മിനെ അങ്ങനെ കേറി കൂടിയാ മതി. അല്ല ഞങ്ങൾ എന്താ പറയാ, ആലും കേസിലായി കണ്ടതാണ് ഏറ്റവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല കിടിലം മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ കാണാം. എല്ലാവരും നല്ല വിശപ്പിലാണ്. ഫുഡ് എന്താവും എന്നുള്ള നമുക്ക് കാണാം. നമ്മൾ ടീമാണ്. മതി ഭയങ്കര ഒരു പീസ് ചിക്കൻ വെക്കാം, കുറച്ച് മയോണൈസ് അതിന്മേൽ മേലെ ഇട്ടാം. അതിന് മേലെ റൈസ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ കുറച്ചെടുത്തിട്ട് കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്.
നമ്മളെ മന്തി എല്ലായിടത്തുനിന്നും കഴിക്കണമാണ്. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു നാച്ചുറൽ ഫീൽ ഉണ്ട്. നമ്മളെ കൂട്ടത്തിൽ ഒരു ഒയപ്പൻ ടീം ഉണ്ടിച്ചിട്ട് അവർ ഫുഡും സ്പോൺസർ ചെയ്യിച്ചിട്ട് ഇങ്ങനെ മുതലെടുക്കാൻ പാടുണ്ട. എന്തൊരിതാണിത്? ഫൈനലി നമ്മുടെ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കക്കാടംപൊയിലുള്ള മിസ്റ്റി ബേ എന്ന് പറഞ്ഞ റിസോർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ എത്തിയ സമയത്ത് തന്നെ നമ്മളെല്ലാവരും കിളി പോയിരിക്കുകയാണ്. കാരണം എത്തിയ ഉടനെ തന്നെ വണ്ടി ഇറങ്ങിയ ഉടനെ ആദ്യം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്, ആ ഇൻഫിനിറ്റി പൂളും അതിൻ്റെ ബാക്കിലുള്ള ഒരു കാഴ്ചയും. ഏതാ വ്യൂ! ഒരു രക്ഷയില്ലാത്ത സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ കിളി പോയിരിക്കുകയാണ്. ഇപ്പം തന്നെ ഓരോന്ന് ചാടാൻ വേണ്ടിയാണ് മുട്ടി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ചാടാനുള്ള പെർമിറ്റ് കൊടുത്തിട്ടില്ല. ഏതാ സാധനം കണ്ടില്ലേ? ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഇൻഫിനിറ്റി പൂളാണ്. അവിടെ കണ്ടില്ലേ അന്തംകമ്മി റാശൊക്കെ അതാ ചാടാനായിട്ട് റെഡിയായി നിൽക്കണേ. റാശി അന്തംകമ്മി എന്താ വൈബ് എന്താ പാട്? എന്താ ഇത് വ്യൂ? എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു വ്യൂ ഞാൻ ആദ്യമായിട്ട് കാണുക. മുകളിൽ കളിക്കാനുള്ള ഏരിയ കണ്ടല്ലോ. ഇത് വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ വന്നിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് പറയണത്. ഇനി ഇവിടെ നിന്ന് ഇവിടെ ഉപയോഗിച്ച് ഇതിൻ്റെയൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറഞ്ഞുതരാം. പിന്നെ നമ്മളെ പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ. ഫാമിലി ആയിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ. ഇനി അതല്ല നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ കുട്ടിത്തം മാറാത്ത തന്താരുണ്ടെങ്കിൽ ഓർക്കും ഇതേപോലെ കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് കണ്ടില്ലേ, വലിയ 2 തന്താരാണ് ഇരുന്ന് ആടുന്നത്. അവിടെ വേറെ 2 തന്താർ ഇത് ഇരുന്ന് ആടുന്നത് കണ്ടില്ലേ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അത് ഒരു ദിവസമൊക്കെ നമുക്കൊന്ന് വൈബാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. അടുത്ത നമുക്ക് ഇവിടുത്തെ റൂംസിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമുക്ക് റൂമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി നമ്മളെ മാനേജർ റിക്കുബായ് ഉണ്ട് നമ്മളെ കൂടെ. നമുക്ക് റൂംസൊക്കെ ഒന്ന് നോക്കി നോക്കാം. റൂംസിൻ്റെ ഉള്ളിലുള്ള സൗകര്യങ്ങൾ വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കി നോക്കാം. ആദ്യം തന്നെ കയറി വരുമ്പോൾ ഒരു റൂം, ഓഹോ എനിക്കുള്ളതായി. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എനിക്കൊരു സിംഗിൾ റൂം. കിടന്നുണ്ട് ഉറങ്ങണല്ലേ. 2 റൂമുള്ളത്. ഏതാ നമുക്ക് ബാക്കിയുള്ള റൂമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ റൂമിൻ്റെ വ്യൂ, ഏതാ വ്യൂ! ഇവിടെ സംഭവം ശരിക്ക് നേക്കാവല്ല. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു ടൈം ഇപ്പോൾ സമയം 3 മണിയാണ് കേട്ടോ. 3 മണി സമയത്ത് ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ ക്ലൈമറ്റാണിത്. പിന്നെ ഇനി ഇവിടെ രാത്രിയാണ് ഇവിടുത്തെ മെയിൻ സമയം എന്നാണ് പറയണത്. രാത്രി നല്ല അടിപൊളി ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. ഗ്രില്ലുണ്ട് അതിന് മുകളിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷന് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെന്താ അറിയോ, നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 ട്രിപ്പിന് പോയിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഞങ്ങൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സമയം ഒരുപാട് അങ്ങനെ പോകും. ഞാൻ എവിടെ വന്നാലും ആദ്യം നോക്കൽ ടോയ്ലറ്റ് ഉണ്ട്. കാരണം ടോയ്ലറ്റ് നമുക്ക് വൃത്തി വേണം, വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ടോയ്ലറ്റ് എന്താ അവസ്ഥ നോക്കൽ? ഇവിടെ ടോയ്ലറ്റ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. കിടന്നുറങ്ങാൻ പറ്റിയ സൗകര്യമുണ്ട്. ടോയ്ലറ്റ് സെറ്റാണ്. നമ്മൾ ക്വാളിറ്റി ചെക്കിങ് ചെയ്തിട്ട് നമ്മളെ ചെക്കന്മാരെ നമ്മൾ കയറ്റുള്ളൂ. ഇനി അടുത്ത് നമുക്ക് മേലെ പോവാം. റിക്കുബായ്, അടുത്തത് നമ്മൾ മേലെ കയറി വെക്കാം. മേലെ എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. മുകളിൽ വായത്തണ്ട് വെട്ടിയിട്ട പോലെ 2 ടീംസ് ഉണ്ട് ഇറങ്ങി ഓടുന്നതാ. മുകളിലും താഴെയുള്ള അതേപോലത്തെ ഒരു റൂമല്ലേ? താഴെയുള്ള അതേപോലത്തെ സംഭവം തന്നെ ഉണ്ട് മുകളിലും അതേപോലെ തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. വിശാലമായി നിങ്ങൾക്ക് കാറ്റുള്ള ഫാമിലി ആയിട്ട് വന്നാലും കപ്പിളായിട്ട് വന്നാലൊക്കെ നമുക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വയ്യട്ട. കാരണം ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ റൂമിൽ നിൽക്കുന്നവർക്ക് വേറെയും പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് നേരെ വന്നിട്ട് നേരെ ചാടാം. ഞങ്ങളിപ്പോൾ എത്തിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോത്തിന് ഇവിടെ കോഫി ഇട്ട് കുടിച്ചിട്ട് ബഹുമാനപ്പെട്ട അന്തംകമ്മി സുഹൈൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവിടെ തിന്നാനുള്ളതുണ്ട് ഒക്കെ സെറ്റാക്കി എടുക്കും. അതാണ് നമ്മൾ സുഹൈൽ പൂളിൻ്റെ ആസ്വാദനം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കോഫി കുടിക്കണോ. മധുരട്ടിട്ടില്ല. നിങ്ങൾ കുടുംബസമേതം വരെ, ഇനി അതല്ല ഞങ്ങളെപ്പോലെ ചെക്കന്മാരായിട്ട് വരെ എത്ര ആൾ വേണമെന്നുണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ തന്നെ 25 പേരാണ് വന്നിട്ടുള്ളത്. എത്ര ആൾ വന്നു കഴിഞ്ഞാലും വിശാലമായിട്ട് കെടുക്കാനുള്ള ഡോർമെട്രി സൗകര്യം ഇവിടെ ഉണ്ട്. നൈസ് സാധനമാണ്. AC ആണ് ഇവിടെ. ശരിക്കും AC ൻ്റെ ആവശ്യമൊന്നും ഇല്ല, പക്ഷേ ഇവിടെയും ഫുള്ള് AC ആണ് കൊടുത്തിട്ടുള്ളത്.
നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് ഇൻ്റെ ചായയുടെ നമുക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് നല്ല ചായയും സ്നാക്സും ആണ് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഡ്രിങ്ക് അല്ല നമുക്ക് കിട്ടിയത്, ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള ചായയും കിട്ടിയിട്ടുണ്ട്, നല്ല ബിസ്ക്കറ്റുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങിക്കൊണ്ട് നമ്മുടെ പരിപാടി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ഇത്ര സ്റ്റാൻഡേർഡാ വേണ്ട തിന്നോളേ. സുഹൈലിൻ്റെ മധുരമില്ലാത്ത കോഫി കുടിച്ചിട്ട് തൊള്ള കഴിച്ചെടുക്കാൻ വയ്യായിരുന്നു, ഇപ്പോഴാണ് റെഡി ആയത്. ഹായ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളെ പൂളിൽ ചാടാൻ പോകുന്ന ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ചാടി പൊന്തിയതാണ് കേട്ടോ. ചാടിയിട്ട് പിന്നെ വീഡിയോക്ക് വേണ്ടി എല്ലാത്തിനെയും കോയിക്കളമാതിരി കരക്ക കയറ്റി നിർത്തിയതാണ്. ഇനിയാണ് നമ്മൾ ചാടാൻ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണാം. പൂൾ ഒരു രക്ഷയില്ല, നമ്മൾ ചാടി എക്സ്പീരിയൻസ് ചെയ്തു. കിറുമാണി സാധനം. ചാടിക്കോളി, ചാടി ചാടി ചാടേ. ഇന്നെ തള്ളിടാൻ പറ്റില്ല, എനിക്ക് മൈക്കുണ്ട്. ഇനിയല്ലോ അപ്പൊ ഓക്കെ ചാടിക്കോ. ഏറ്റവും വൈകി വന്ന ഏറ്റവും ലാസ്റ്റ് എന്തൊക്കെയാ കൊടുക്കണേ? ബോക്സ് ഉണ്ട്. ഇതൊന്ന് അൺബോക്സ് ചെയ്യാമോ? അൺബോക്സ് ചെയ്യോ? അത് കുളിപ്പിച്ചിട്ട് കാര്യമില്ല, പറ്റിപ്പോ മണ്ട ഡീസൽ അങ്ങനെ ഇത് ഓല് രണ്ടാഴ്ച കൊടുക്കുന്ന സാധനമാണ്. ക്യാമറ മൈലാഞ്ചിപ്പൂം കയ്യുകളെ മൈയഴുകാൻ വന്നല്ലോ, മന്ദാരപ്പൂ ചെണ്ടുകളെ പെണ്ണിലാവ് തെളിഞ്ഞല്ലോ. മൈലാഞ്ചിപ്പൂം കയ്യുകളെ മൈയഴുകാൻ വന്നല്ലോ, മന്ദാരപ്പൂ ചെണ്ടുകളെ പെണ്ണിലാവ് തെളിഞ്ഞല്ലോ. നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഡിന്നറിൽ ചിക്കൻ പീസ് നമ്മുടെ വായ്പൻ ടീമിൻ്റെ വകയാണ്. വായ്പൻ ടീമാണ് ചിക്കൻ പീസ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നെയ്ച്ചോറുണ്ട്. ഇതെന്താ സാധനം? ബട്ടർ ചിക്കൻ ഉണ്ട്, ബാറ്റർ ചിക്കൻ ഉണ്ട്, പിന്നെ നായ്ച്ചോറുണ്ട്, പിന്നെ കായ് പരിച്ചത്, ചാലിപ്പും ഓൺകമീനും. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി തിന്നണ വിശേഷങ്ങൾ കണ്ടോളി നിങ്ങൾ.
ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് രാത്രി 2 മണി വരെ എല്ലാവരും സംസാരിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും മനസ്സ് തുറന്നുകൊണ്ട് സംസാരിച്ചു. എല്ലാവരും മനസ്സ് തുറന്നുകൊണ്ട് തന്നെ എന്താണെന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നലെ രാത്രി എന്തൊക്കെയോ സംഭവിച്ചു. കിടന്നുറങ്ങി, ഇപ്പോൾ നീച്ചിട്ടുള്ളൂ. നീച്ചാക്കനെ ക്യാമറയും തൂക്കി വന്നതാണ്. ഹായ്, നല്ല രസമുള്ള സൗണ്ടല്ലേ, നല്ല ബാസുള്ള സൗണ്ട്. ഇന്ന് രാവിലെ നീച്ചിട്ട് ട്രക്കിങ്ങിന് പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടാ, പക്ഷെ നീച്ചപ്പോൾ 9 മണി ആയിക്കണ്. ഏതായാലും കുഴപ്പമില്ല, ഇനി ബാക്കിയുള്ള സംഭവങ്ങളാക്കാം. സംഭവം നല്ല സൗണ്ട്, നല്ല രസമുള്ള സൗണ്ട്. ഞാൻ ചില വീഡിയോസിനൊക്കെ വോയിസ് ഓവർ കൊടുക്കൽ ഇതേപോലെ രാവിലെയാണ്. നല്ല ബാസുള്ള സൗണ്ടായിരിക്കും. ഉറക്കത്തിൽ നിന്ന് നീച്ചേക്കനെ കണ്ട കാഴ്ചകൾ കണ്ടില്ലേ. ട്രക്കിങ്ങിന് പോയിട്ടില്ല എന്നുള്ളൂ, എന്നാലും നമ്മളെ കൂട്ടത്തിൽ കുറച്ച് ഉത്തരവാദിത്വം ആത്മാർത്ഥതയുള്ള കുറച്ച് ആൾക്കാർ ട്രക്കിങ്ങിന് പോയിക്കണ്. അപ്പോൾ ഒരു പോയതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഇട്ട ഞങ്ങൾ കണ്ടോളി. നമുക്ക് പുറത്ത് എന്തൊക്കെയാണ് അവസ്ഥ എന്ന് നോക്കാം. പൂളിലതാ ഷിൻഷൻ്റെ നേതൃത്വത്തിൽ അജ്മലിന് നല്ല ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ എങ്ങനെ ഇങ്ങനെ തള്ളാൻ തോന്നണമെന്ന് എനിക്കറിയാത്തത്. എപ്പോൾ തുടങ്ങിയാണ്? രാത്രി തുടങ്ങിയ തള്ളലാണ്. ഗുഡ് മോർണിംഗ്. എന്താ പറയാനുള്ളത് റിസോർട്ടിനെ കുറിച്ച്? അടിപൊളി, പൊളി വൈബ്. ഇന്നലത്തെ ആ ഫോട്ടോ സ്റ്റോറി ഇട്ടത് തന്നെ അതിന് മെസ്സേജിന് റീപ്ലൈ കൊടുത്ത് തീർന്നില്ല. റീപ്ലൈ കൊടുത്തോടി. പിന്നെ എന്താണ് ഈ ട്രക്കിങ്ങിന് പോയാ? രാവിലെ ട്രക്കിങ്ങിന് പോയി. വളരെ ഒരു സൂര്യോദയം കാണാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണോ സൂര്യോദയം? കുറേ കണ്ടുകണേ, പക്ഷേ എന്തോ ഒരു ഇന്നത്തിന് പ്രത്യേക ഒരു വൈബ്. കാരണം നമ്മളെ കൂട്ടുകാരോടൊപ്പമുള്ള ഈ യാത്ര എന്ന് പറയുമ്പോൾ അത് പ്രത്യേകമായിട്ടൊരു വൈബ് ഉണ്ടാവുമല്ലോ. സോയില് ട്രക്കിങ്ങിന് പോയിന്നാ? ഞാൻ ട്രക്കിങ്ങിന് പോയി. സോയിലിനെ പോലെ ആവണട്ടാ. രാവിലെ എണീറ്റ് കുളിച്ച് മാറ്റി ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ഉഷാറായിട്ട് എന്ത് സോയിലിന്റെ മാതിരിയൊക്കെ ആവണം എന്ന് പറയാം. ശ്രമിക്ക്. ഷമീംക്കഥ വരുന്നു. നിങ്ങളെന്താ കുളിച്ച് മാറ്റി പോവാ? ഞങ്ങൾക്ക് ഒന്ന് കുറച്ച് നേരത്തെ എന്താ നേരത്തെ പോണേ? ഞങ്ങൾക്ക് സോയിലിനൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. അപ്പം ഞാനെങ്ങനെ പോവാ? നിങ്ങൾ കൊണ്ടുപോകും. വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളിപ്പോൾ തന്നെ പോവാണ്? അതെ. അയ്യോ, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യിച്ചില്ലേ? എക്സ്പ്ലോർ ചെയ്യുന്ന നമുക്കൊന്ന് ചാടിയാലോ? ഞങ്ങൾ ചാടി കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ 5:30ക്ക് എണീറ്റു. 5:30ക്ക് എണീക്കുക? 8:30 ഞങ്ങൾ ഇതിലേക്ക് പോയി, കുരിശുമല ട്രക്കിങ്ങിന് പോയി. സൺറൈസ് കണ്ട്. കുരിശുമല ട്രക്കിങ്ങിന് പോയപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു? എല്ലാം എടുത്തിട്ടുണ്ട്. ഇല്ല. ഇവര് വണ്ടി പോവാൻ നേരത്താണ് ഫുഡ് വന്നത്. ഫുഡ് വന്നപ്പോൾ കയറി എല്ലാ ടീമും ചാടി ഇറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് പോവാ വെച്ചിട്ട്. ഇജാതൊരു സാധനത്തിങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തൊക്കെയാണുള്ളത്? നൂൽപുട്ടുണ്ട്, വെള്ളപ്പുണ്ട്, പൊറാട്ട ഉണ്ട്, പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, നൂൽപുട്ട് ഞാൻ പറഞ്ഞല്ലോ, നൂൽപുട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഫുഡ് എങ്ങനെയുണ്ട് ഷമീംക്ക? ഫുഡ് അടിപൊളി. ഫുഡിൻ്റെ ആ കാര്യം നമ്മൾ ചോദിക്കേണ്ടത് അജ്മലിനോടാണ്. കാരണം കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെയുള്ള എല്ലാ ഹോട്ടലിലും കയറി എല്ലാ ഫുഡും തിന്ന് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് അജ്മൽ. അജ്മലെ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെയൊക്കെ ഫുള്ള് നോൺ വെജ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ പച്ചക്കറി കിട്ടുമ്പോൾ നമുക്കൊരു പ്രോട്ടീനും, ഇന്ന് രാവിലെ നമ്മൾ ഹൈക്കിങ്ങിന് പോയതിൻ്റെ ഒരു ഊർജ്ജം കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇനി ബാക്കി ഫുഡ് കഴിച്ചിട്ട് കാണാം, അല്ലെങ്കിൽ സാധനം തീരുവേ. മാക്സിമം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ്. വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്കിവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റാക്കി തന്ന നമ്മൾ അർഷദ് ബ്രോ ആണ്. എന്താണ് എല്ലാവർക്കും പറയാനുള്ളത് ഇവിടുത്തെ സർവീസിനെ കുറിച്ചിട്ടൊക്കെ? അതായത് നമ്മൾ ബിസിനസ്സിലും അതുപോലെ തന്നെ പല മേഖലയിലും നിൽക്കുന്നതുകൊണ്ട് എവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം നോക്കുന്നത് സർവീസ് എന്നുള്ളതാണ്. ഇവിടുത്തെ സർവീസ് മിയാമിയാണ്. 100 കൊടുക്കണം. അതിൽ നമ്മൾ അർഷദ് ബ്രോക്ക് വലിയൊരു താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ വരാനും അതുപോലെ തന്നെ ഇവിടെ ബുക്കിങ്ങിനും വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 100% നമ്മൾ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഒരിക്കലും അത് വെറുതെ ആകില്ല എന്നുള്ളത്. ഏതായാലും നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പക്ഷേ നമ്മൾ പോകുന്ന വഴിയിൽ
നമ്മുടെ വയപ്പൻ ടീമിന്റെ വക ഒരു ഫുഡും കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉറപ്പിച്ച് മമതാ ബേക്കറിയിൽ. അപ്പൊ എങ്ങനെയായാലും പോകുന്ന സമയത്ത് അവരെ വകയുള്ള ഫുഡ് ഉണ്ടായിരിക്കും. ആ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ കാണാം. നേതാവ് ഉണ്ടാവില്ല. അപ്പൊ ആ ഫുഡ് നമുക്ക് എങ്ങനെയായാലും ഉണ്ടാവും. പിന്നെ അതിന്റെ ക്ലിപ്പ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് തരാം. എന്നാലും നമ്മൾ ഒഫീഷ്യലി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണം. അപ്പോൾ അവിടുന്ന് പിന്നെ എൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, താങ്ക് യു.